യമനിൽ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയെ ഈ മാസം 24-ന് അല്ലെങ്കിൽ 25 തീയതികളിൽ തൂക്കിലേറ്റുമെന്ന് ഗ്ലോബൽ പീസ് ഇനിഷ്യേറ്റീവ് സ്ഥാപകൻ കെ. എ. പോൾ അറിയിച്ചിരിക്കുകയാണ്. വിഷയത്തിൽ മാധ്യമങ്ങളെ വിലക്കണമെന്നാവശ്യപ്പെട്ട് അദ്ദേഹം സുപ്രീം കോടതിയെ സമീപിച്ചു. മാധ്യമങ്ങൾ ഈ കേസ് റിപ്പോർട്ട് ചെയ്യുന്നത് അവസാനിപ്പിക്കണമെന്നാണ് ആവശ്യം. നേരിട്ട് ഹാജരായാണ് കെ. എ. പോൾ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത്. പ്രധാനമായും 3 ദിവസത്തേക്ക് മാധ്യമങ്ങളെ നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ട വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ നിന്ന് വിലക്കണമെന്നാണ് പോളിന്റെ ആവശ്യം. മാത്രമല്ല, കേസിലെ സഹായ സമിതിയുടെ പ്രവർത്തകനായ സുഭാഷ് ചന്ദ്രനും കൂടാതെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരും മാധ്യമങ്ങളുമായി ഈ വിഷയത്തെപ്പറ്റി സംസാരിക്കുന്നതും വിലക്കണമെന്നാണ് കെ. എ. പോൾ ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ വരുന്ന 24-നോ 25-നോ നിമിഷപ്രിയയെ തൂക്കിലേറ്റാനുള്ള സാധ്യതയുണ്ടെന്നാണ് കെ. എ. പോൾ കോടതിയെ അറിയിച്ചത്. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങളെ വിലക്കണമെന്ന് പോൾ ആവശ്യപ്പെടുന്നത്. നിർണായകമായ ചർച്ചകൾ ഇപ്പോൾ യമനിൽ നടക്കുന്നുണ്ട്. താൻ സുഭാഷ് ചന്ദ്രനിൽ നിന്നും കാന്തപുരത്തിൽ നിന്നും പണം വാങ്ങിയെന്നാണ് പറയുന്നത്. എന്നാൽ ഇവരെ കാണുകയോ അവരുമായി യാതൊരു ബന്ധമോ തനിക്കില്ല. ഇവരിൽ നിന്ന് $1 പോലും താൻ കൈപ്പറ്റിയിട്ടില്ലെന്നും കെ. എ. പോൾ സുപ്രീം കോടതിയിൽ പറഞ്ഞു. ഹർജി പരിഗണിച്ച സുപ്രീം കോടതി അറ്റോർണി ജനറലിന് നോട്ടീസ് അയച്ചു. 25-ന് കേസ് കേൾക്കുമെന്നാണ് കോടതി അറിയിച്ചത്. അന്ന് തന്നെ ഉത്തരവ് നൽകാമെന്നും കോടതി അറിയിച്ചു. നിമിഷപ്രിയയുടെ മോചനദ്രവ്യത്തിനെന്ന പേരിൽ വ്യാജ പണപ്പിരിവ് നടത്തുന്നുവെന്നാരോപിച്ച് ഇവാഞ്ചലിസ്റ്റും ഗ്ലോബൽ പീസ് ഇനിഷ്യേറ്റീവ് സ്ഥാപകനുമായ കെ. എ. പോളിനെതിരെ പരാതി ഉയർന്നിരുന്നു. കെ. എ. പോളിന്റെ എക്സ് അക്കൗണ്ടിൽ നിന്നും നിമിഷപ്രിയയുടെ മോചനത്തിന് ആവശ്യമായ തുക ഇന്ത്യൻ ഗവൺമെന്റ് ആരംഭിച്ച വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് സംഭാവന ചെയ്യണമെന്ന് കാണിച്ച് പോസ്റ്റ് വന്നിരുന്നു. പ്രസ്തുത പോസ്റ്റ് വ്യാജമാണെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം തന്നെ വ്യക്തമാക്കിയിരുന്നു. പിന്നാലെ ഇക്കാര്യത്തിൽ നിമിഷപ്രിയയുടെ ബന്ധുക്കൾ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു.